ഇരിക്കെ അവിടെ ഇരിക്കെ. എന്തു പറ്റി? ഹോസ്പിറ്റലിൽ എങ്ങനെ പോണോ? എന്തു പറ്റി സാറേ? കുടിക്കാൻ വെള്ളം വേണോ? എന്റെ കൊച്ചുമോനെ രാവിലെ മുതൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതൊരു പക്ഷേ റേഞ്ച് ഇല്ലാത്തോണ്ടായിരിക്കാം. അല്ല സാറേ, അവന്റെ ഫോൺ റിങ് ആവുന്നുണ്ട്, പക്ഷെ അവ എടുക്കുന്നില്ല. മോനെ ഞങ്ങൾ അന്വേഷിക്കാം, വിഷമിക്കട്ടെ. ഞാനൊരു റിട്ടയർഡ് അധ്യാപകനാണ് സാറേ. എന്റെ റിട്ടയർമെന്റിന് ശേഷം എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്റെ കൊച്ചുമോനാണ്. എന്റെ ബാങ്കിന്റെ അക്കൗണ്ടൊക്കെ നോക്കുന്നതും എനിക്ക് ഡ്രസ്സ് വാങ്ങിത്തരുന്നതും മരുന്നിന്റെ കാര്യങ്ങള്, ഈ ബാഗ് പോലും അവനാണ് ഈ ഫോണിൽ ഓൺലൈൻ വഴി മേടിച്ചു തന്നിട്ടുള്ളത്. എനിക്ക് അവന് ഞാനും മാത്രമേ ഉള്ളൂ സാറേ. കൊച്ചുമോന് അതിനിപ്പോ എന്ത് പറ്റി? എന്റെ റിട്ടയർമെന്റിന് ശേഷമുള്ള എന്റെ ഈ സമ്പാദ്യം മുഴുവനും ഈ ഫേസ്ബുക്കിനകത്തോ മറ്റോ വന്ന ഒരു ലിങ്കിനകത്ത്, അത് ഈ ഷെയർ ട്രേഡിങ്ങോ അങ്ങനെയോ മറ്റോ, അതിനകത്തേക്ക് അവനത് മൊത്തം ഇട്ടത്. ഇപ്പൊ അത് എടുക്കാൻ ചെന്നപ്പോഴത്തേന് IT എന്നോ ടാക്സ് എന്നൊക്കെ പറഞ്ഞ് ഇനിയും പൈസ അങ്ങോട്ട് അടയ്ക്കണമെന്ന്. ആ പൈസ ഒപ്പിക്കാൻ വേണ്ടി രാവിലെ അവ ഇറങ്ങിയതാ. വിളിച്ചിട്ട് അവനെ കിട്ടുന്നില്ല സാറേ. സാറേ, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യമാ. ഇനി ഞാൻ എന്തോ ചെയ്യണം? ഇതിനെ കുറിച്ച് മാഷ എവിടെങ്കിലും പരാതിപ്പെട്ടിരുന്നോ? ഞാൻ എവിടെ ചെന്ന് പരാതി പറയാൻ? ഇതൊരു ഫേസ്ബുക്കിന്റെ ലിങ്കാ. മാഷെ, ഇതുപോലുള്ള ഒരുപാട് വ്യാജ ഓൺലൈൻ തട്ടിപ്പുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ആണോ? മാഷ്, ഞാൻ പറയുന്ന നമ്പറിലോട്ടൊന്ന് ഡയൽ ചെയ്തേ. ഏത് നമ്പർ? 19330. ഹലോ സാറേ. അതെ, ഇതുപോലെയുള്ള കുറെ തട്ടിപ്പുകൾ നമുക്ക് ഇവിടെ റിപ്പോർട്ട് ആവുന്നുണ്ട്. ഇങ്ങനെയുള്ള എന്തെങ്കിലും സൈബർ ക്രൈമിനെ പറ്റിയിട്ടുള്ള വിവരണങ്ങൾ നിങ്ങൾ ഉടനെ 1930 നിങ്ങളുടെ പരാതി വിളിച്ചിട്ട് അറിയിക്കുക. അല്ലെങ്കിൽ www.cybercrime.gov.in നിങ്ങളുടെ പരാതി രജിസ്റ്റർ ചെയ്യുക. Be cautious, be safe. Kerala Police is always there for you.